ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റി. പരാതി അടിസ്ഥാനരഹിതമെന്ന് കൌൺസിലർ കോടതിയിൽ പറഞ്ഞു. പ്രതിക്കെതിരെ തെളിവുകളുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? ഏകദേശം 2 മാസത്തോടടുക്കുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായിട്ട് പരാതി എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. പക്ഷേ ഈ കേസിൽ ഇതുവരെ ഈ പ്രതിയെ പിടികൂടിയിട്ടില്ല. അത് പ്രധാനമായും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുമ്പാകെ നിൽക്കുന്ന സാഹചര്യത്തിലാണ്. നേരത്തെ SUST കോടതി, പാലക്കാടുള്ള SUST കോടതി പ്രക്ഷോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രക്ഷോഭ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ശാസ്തമംഗലം അജിത്താണ് ഹൈക്കോടതിയിൽ പ്രക്ഷോഭിന് വേണ്ടി അപ്പയർ ചെയ്തത്. ഈ പരാതി അടിസ്ഥാനരഹിതം, അതോടൊപ്പം തന്നെ ഇതിന്റെ ചില ഈ സമയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്, FIR രജിസ്റ്ററിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പരാതിക്കാരി പ്രോസിക്യൂഷൻ ആകട്ടെ കൌൺസിലറുടെ കൃത്യമായ തെളിവുണ്ട്, ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കും, കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. വിശദമായ വാദം ഇന്ന് പൂർത്തിയായി. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇപ്പോൾ ഇതിൽ വിധി പറയാൻ വേണ്ടി മാറ്റിയിട്ടുള്ളത്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അത് അടുത്ത ദിവസം അത് അപ്ലോഡ് ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും അതറിയുക. അടുത്ത ദിവസം തന്നെ ഇതിൽ വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.